നന്മകന് ശേഷം ലിജോസ് പെല്ലിശ്ശേരിയുടെ ഏറെ കാത്തിരുന്നൊരു സിനിമ, അല്ലെങ്കിൽ നേരിന് ശേഷമുള്ള ലാലേട്ടന്റെ കംബാക്ക് ആഗ്രഹിച്ചൊരു സിനിമ മലയക്കോട്ട വാൽവിൽ ഇന്ന് റിലീസായിരിക്കുകയാണ്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു LJP ടെംപ്ലേറ്റിലാണ് ഈ സിനിമ പോകുന്നതെങ്കിലും ഒരു ആസ് യൂഷ്വൽ LJP സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്നാണ് സത്യം. ഒരു നാടകാവിഷ്കാരം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമയാണെങ്കിലും പല സീനുകളിലും നാടകത്തെക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യലായി പോയെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല സീനുകളിലും സിനിമയുടെ കണക്ഷൻ കട്ടായതായിട്ട് ഫീൽ ചെയ്തു. സിനിമയുടെ ഏകദേശം മിഡിൽ പോർഷനിലെ ആക്ഷൻ സീനും ഫൈറ്റിംഗ് സീൻസും ഒഴികെ തിയേറ്ററിനെ കുലുക്കുന്ന രീതിയിലോ ലാലേട്ട ഫാൻസിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ സിനിമയിൽ ഇല്ല എന്ന് പറയാം. എൻഡിങ് സീക്വൻസിലേക്ക് എത്തിയപ്പോൾ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ നോക്കിയ ശ്രമം പാളിപ്പോയി എന്ന് പറയാം. VFX-ലായാലും അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു പുതിയ പരീക്ഷണം എന്ന രീതിയിലായും ആ ഒരു പരീക്ഷണം വെറും ഒരു പരീക്ഷണം മാത്രമായി പോയി എന്നാണ് തോന്നിയത്. സിനിമയുടെ BGM ഒരു ആവറേജിലായിട്ടാണ് പോകുന്നതെങ്കിലും BGM-നേക്കാളും പെർഫോമൻസിനേക്കാളും മധു നീലകണ്ഠന്റെ സിനിമാറ്റോഗ്രാഫി ഏറെ മുന്നിട്ട് വന്നിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സൗണ്ട് ക്വാളിറ്റിയും BGM പ്ലേസ്മെന്റും അതേപോലെ തന്നെ ഗംഭീരമായ LJP ഡയറക്ഷനും എടുത്തു പറയേണ്ടതാണ്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാലഘട്ടമോ സമയമോ ഒന്നും പറയാതെ തന്നെ അത് പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുക്കിയെടുത്തു എന്നുള്ളതാണ്. സിനിമയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കൺട്രോൾ ആക്ടിംഗ് ആണ് എല്ലാ ആക്ടേഴ്സും ഡെലിവർ ചെയ്തിട്ടുള്ളത്. ആസ് എ ഹോൾ ഒരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു LJP പടം, അതാണ് മലയക്കോട്ട വാൽവ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ 25% വരെ ഓഫ്.